കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം രണ്ട് നമ്പൂതിരി കുടുംബങ്ങളുടെ അകവൂർ ഊമൻപള്ളി എന്നിവരുടെ സ്വത്തായിരുന്നു. പടിഞ്ഞാറേക്കര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെതായിരുന്നു. ഒരു ദിവസം സൂര്യോദയത്തിന് മുമ്പ് പാട്ടിൻചാറ്റിൻകര ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠയ്ക്കായുള്ള ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ഇതിഹാസ കഥാപാത്രമായ ഉളിയന്നൂർ പെരുന്തച്ചനാണ് ആ ചടങ്ങിന് ചുമതല വഹിച്ചിരുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് മന്ത്രങ്ങൾ കേൾക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു പ്ലാവിന്റെ കഷ്ണം കൊത്തിയെടുക്കാൻ തുടങ്ങി. ഗണപതി രൂപം തന്നെയാണ് രൂപപ്പെടുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുത്തി. അങ്ങനെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷവും ഗണപതി പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം മുഖ്യപുരോഹിതനോട് ആവശ്യപ്പെട്ടു. മുഖ്യപുരോഹിതൻ നിഷേധിച്ചു. ഇതൊരു ശിവക്ഷേത്രമാണ്, ഇവിടെ ഗണപതിയെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. നിരാശനായ പെരുന്തച്ചൻ കിഴക്കോട്ട് നടന്ന് കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി. അവിടെ ക്ഷേത്ര പുരോഹിതൻ ഭഗവാന് വഴിപാടുകൾ ഒരുക്കിക്കൊണ്ടിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഗണപതിയെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ലേ? പുരോഹിതൻ സമ്മതിച്ചു. പെരുന്തച്ചൻ കിഴക്കോട്ട് ദർശനമുള്ള ശിവനെയും ഗംഗയുടെയും മുന്നിൽ പാർവതി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തെയും നോക്കി. തെക്കു പടിഞ്ഞാറായി ശാസ്താവും വടക്കു പടിഞ്ഞാറായി സുബ്രഹ്മണ്യനുമുണ്ട്. ഗണപതിയും പ്രതിഷ്ഠിക്കപ്പെട്ടാൽ ശിവകുടുംബം പൂർണ്ണമാകും. ആ സ്ഥലം കൈലാസം തന്നെയായിരിക്കും. അങ്ങനെ പെരുന്തച്ചൻ തെക്കുകിഴക്കായി ഗണപതിയെ പ്രതിഷ്ഠിച്ചു. പെരുന്തച്ചൻ പുരോഹിതനോട് ചോദിച്ചു, ഉണ്ണി ഗണപതിക്ക് വിശക്കുന്നുണ്ടാകും. നിങ്ങൾ തയ്യാറാക്കിയ യാഗഭക്ഷണം എന്താണ്? ഉണ്ണിയപ്പം എന്നായിരുന്നു മറുപടി. ഒരിലയിൽ പൂജാരി 6 മുതൽ 7 വരെ ഉണ്ണിയപ്പം നൂലിൽ വെച്ചു. പെരുന്തച്ചൻ പൂർണ്ണ ഹൃദയത്തോടെ തന്റെ ആദ്യ വഴിപാട് കൂട്ടപ്പം സമർപ്പിച്ചു. കൊട്ടാരക്കര മഹാഗണപതിക്ക് ഏറ്റവും ആവശ്യമുള്ള നിവേദ്യമായി ഇപ്പോഴും കൂട്ടപ്പം അറിയപ്പെടുന്നു. വഴിപാടുകൾക്ക് ശേഷം പെരുന്തച്ചൻ സ്നേഹപൂർവ്വം പ്രഖ്യാപിച്ചു, അച്ഛനാണ് പ്രധാന ഭക്ഷണക്രമമെങ്കിലും മകൻ കൂടുതൽ പ്രശസ്തനാകും. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി. കിഴക്കേക്കര ശിവക്ഷേത്രം ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്നറിയപ്പെടുന്നു.